എക്സാമിനേഷൻസ് ഒക്കെ ഉടനെ തന്നെ വരാറായിട്ടുണ്ട്. പലർക്കും എക്സാമിനേഷന്റെ ഡേറ്റ് ഒക്കെ കിട്ടിയിട്ടുണ്ടാവും. ഇനി നമ്മുടെ സമയം എന്ന് പറയുന്നത് റിവിഷന്റെ സമയമാണ്. അപ്പൊ എങ്ങനെ റിവിഷൻ ചെയ്യണം എന്നുള്ളതാണ് എല്ലാവരുടെയും ഒരു ഡൗട്ട്. നമ്മൾ പലപ്പോഴും എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എളുപ്പമുള്ള സബ്ജക്ട്സ് നമ്മൾ ആദ്യം പഠിക്കും, അത് കഴിഞ്ഞിട്ട് പാടുള്ളത് മാറ്റിവെക്കും. അവസാനം റിവിഷൻ ചെയ്യാനും സമയം കിട്ടില്ല, എല്ലാം കൂടി ചാളം കൊളമായിട്ട് മാറും. ഒന്നാമത്തെ കാര്യം, നമ്മൾ ആരും ആദ്യം പോലെ പഠിച്ചു വെക്കുന്ന ആൾക്കാരല്ല, എല്ലാവരും ലാസ്റ്റ് മിനിറ്റിൽ ലേണേഴ്സ്. അപ്പൊ അങ്ങനെയുള്ളവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് റിവിഷന് വേണ്ടിയിട്ട് ടൈം ടേബിൾ ഉണ്ടാക്കാൻ പാടാണെങ്കിൽ നമുക്ക് 2-3-5-7 ടെക്നിക്ക് യൂസ് ചെയ്യാം. അപ്പൊ എന്താണ് 2-3-5-7? ആദ്യം തന്നെ നമ്മളുടെ എക്സാമിനേഷൻ ഡേറ്റ്സ് നമുക്ക് കിട്ടിയിട്ടുണ്ടാവുമല്ലോ, അത് ഒരു കലണ്ടറിൽ മാർക്ക് ചെയ്യാം. മാർക്ക് ചെയ്തതിന് ശേഷം തലേദിവസം നമ്മൾ പരീക്ഷയുടെ തലേദിവസം നമ്മൾ എന്തായാലും ആ ഒരു പേപ്പർ നമ്മൾ റിവൈസ് ചെയ്തേ പറ്റുള്ളൂ. അത് കൂടാതെ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എക്സാമിനേഷന് 2 ദിവസം മുന്നേ ഉള്ള ദിവസം ഈ നമ്മളുടെ ടോപ്പിക് ഒന്ന് റിവൈസ് ചെയ്യണം. അവിടെ നിന്ന് 3 ദിവസം കൗണ്ട് ചെയ്യാം. എവിടെയാണോ വരുന്നത് അവിടെ ഒരു പ്രാവശ്യം നമ്മുടെ ടോപ്പിക് റിവൈസ് ചെയ്യണം എന്നുള്ളത് എഴുതി വെക്കാം. പിന്നെയുള്ളത് 5 ആണ്. മൂന്നാമത് നമുക്ക് കിട്ടിയ ഡേറ്റിൽ നിന്ന് 5 ദിവസം പുറകിലേക്ക് കൗണ്ട് ചെയ്തിട്ട് ആ ദിവസവും നമ്മുടെ റിവിഷന് വേണ്ടിയിട്ട് എഴുതി വെക്കാം. അതേപോലെ തന്നെ 7 ദിവസം മുന്നേ ഉള്ള ദിവസവും. അപ്പൊ ഇത്രയും പ്രാവശ്യം ആയി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ റിവിഷൻ വളരെ തറാവും. നമുക്ക് പലപ്പോഴും ടൈം ടേബിൾ ഉണ്ടാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ കണ്ടിട്ടുണ്ട് കുട്ടികൾ ഭയങ്കരമായിട്ട് സഫർ ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള രീതിയിൽ റിവൈസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാ പോർഷൻസ് കവർ ചെയ്യാനും പറ്റും. അതും നമ്മുടെ പരീക്ഷയുടെ ഓർഡറിൽ തന്നെ നമുക്ക് ഏകദേശം ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഒരു സബ്ജക്റ്റ് പോലും വിട്ടുപോകാതെ നമുക്ക് ഈസി ആയിട്ട് റിവിഷൻ നടത്താൻ പറ്റും. അപ്പൊ ഈ ഒരു മെത്തേഡ് നിങ്ങൾ യൂസ് ചെയ്തിട്ട് അതിന്റെ റിസൾട്ട് എങ്ങനെയാണെന്ന് അറിയിക്കണം.